വെൽക്കം ടു ഫ്ലൈയിങ് ബേർഡ്സ്. ഇപ്പം സാധാരണ കുറേ പേർക്കൊക്കെ നോമ്പ് എടുക്കണ സമയമല്ലേ നമ്മൾ. അപ്പം നോമ്പ് കാലത്ത് നമുക്ക് നാളെ എന്തുണ്ടാക്കും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ നേരം വെളുത്ത് കഴിയുമ്പോൾ അയ്യോ ഇന്ന് എന്തിട്ടുണ്ടാക്കാം അങ്ങനെയുള്ളൊരു ചിന്ത വരാണ്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും രാവിലെ തുടങ്ങി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ജോലിക്കാർക്കാണ് സാധാരണ ഈ ഒരു മീൽ റെഡിയാക്കുന്നത് കൊണ്ടുള്ള ഗുണം ഉണ്ടാവുക. പക്ഷേ അല്ലാത്തവർക്കും ഈ നോമ്പ് കാലത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അയ്യോ നാളെ എന്തുണ്ടാക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഗ്രോസറി ഷോപ്പിങ്ങും അതിനോടൊപ്പം തന്നെ ഇതൊക്കെ എങ്ങനെ ഈ ഒരു വീക്കിലേക്ക് ഞാൻ എങ്ങനെയാണ് അത് യൂസ് ചെയ്യണേന്നുള്ളതാണ് കാണിക്കണേ. എന്തൊക്കെയാണ് ഞാൻ ഇതിന് വേണ്ടി മുന്നേ കൂട്ടി ചെയ്തു വെക്കണേന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഞാൻ ഈ ഒരു വീക്കിലേക്ക് വാങ്ങിച്ചേക്കണ ഐറ്റംസാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. ഞാൻ ഈ ആഴ്ചയിലേക്ക് വേണ്ടി വാങ്ങിച്ചേക്കണത് മാങ്ങ വാങ്ങിയിട്ടുണ്ട്, വെജിറ്റബിൾസായിട്ട് ബീട്രൂട്ട് വാങ്ങിയിട്ടുണ്ട്, കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ട്, ക്യാബേജ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ വെജിറ്റബിളായിട്ട് പിന്നെ ഉള്ളത് ബീൻസ്, പിന്നെ മഷ്റൂം വാങ്ങിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ പ്ലസ് ഇത് വെജിറ്റബിളായിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ലീഫി വെജിറ്റബിൾസായിട്ട് നമ്മുടെ ചീരയും പാലക്കും വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീക്കിൽ എപ്പോഴും ഒരു ദിവസമെങ്കിലും ഉൾപ്പെടുത്തേണ്ട ഒരു ഐറ്റമാണ് ലീഫി വെജിറ്റബിൾ. അതിനു വേണ്ടി ഞാൻ ചീരയും പാലക്കും. പിന്നെ ഫ്രൂട്ട്സ് 1 വീക്കിലേക്കുള്ള ഫ്രൂട്ട്സായിട്ട് ഞാൻ വാങ്ങിയേക്കണത് നമ്മുടെ തണ്ണിമത്തനും മുന്തിരി, പിന്നെ നമ്മുടെ ബനാന, പിന്നെ നമ്മുടെ ഓറഞ്ച്, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഐറ്റംസ് ഇതിൻ്റെ കൂടെ വരും കേട്ടോ. ഇത് വീട്ടിലുണ്ടായ കപ്പയ്ക്കാണ്. ഇത്രയും സാധനങ്ങളാണ് ഫ്രൂട്ട്സായിട്ട് വാങ്ങിയേക്കണത്. പിന്നെ കുറച്ച് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി വാങ്ങിയേക്കണത് നമ്മുടെ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഉള്ള ബാറ്റർ തയ്യാറാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളും, പിന്നെ പൾസസായിട്ട് ഞാൻ പരിപ്പും കടലയാണ് വാങ്ങിയേക്കണം. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ, ബാലൻസ് ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിക്കണേന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ചെയ്യണത് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഫുള്ള് അതിലെല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇറക്കിയിട്ട് അതിലെന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ഞാൻ ആദ്യം തന്നെ നോക്കാറ്. ഇങ്ങനെ ഫുള്ള് ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ തൈര്, ചീസ്, ബട്ടർ ഇതൊക്കെയാണ് ഈ ഇരിക്കണത്, പാല്, ഇതൊക്കെ ഇതിൽ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യക്കാർക്ക് ഈസി ആയിട്ട് വന്നെടുക്കാമല്ലോ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഫുൾ കാലിയാണ്. എല്ലാം ഞാൻ പുറത്തെടുത്ത് നോക്കിയേക്കാണ്. അപ്പോൾ ഇതിൽ എന്തൊട്ടൊക്കെയാണ് ഇനി വെക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്രൂട്ട്സ് ഞാൻ വാങ്ങിയിട്ട് ഓറഞ്ചും പഴവും ഞാൻ ഇങ്ങനെ തന്നെ ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ വെച്ചേക്കണേ. പിന്നെ ഈ മുന്തിരി ഞാനിനി കുറച്ച് സോഡാപ്പൊടിയില്ലേ ബേക്കിംഗ് സോഡ, ഇത്തിരി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് കഴുകി ഉണക്കിയൊരു ചെപ്പിലാക്കി വയ്ക്കും. അപ്പോൾ ആവശ്യക്കാർക്ക് അത് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കാമല്ലോ. ഈ മുന്തിരിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടും. എന്നിട്ടാണ് ഇതിൽ നിറച്ചും വെള്ളം ഒഴിച്ച് വെക്കണേ. കാരണം ഇതിൽ ഒരുപാട് വിഷം അടിച്ചിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടാൽ മാത്രമല്ല, ബേക്കിംഗ് സോഡ ഇട്ടാൽ മാത്രമേ അത് ക്ലീനായി വരുള്ളൂ എന്നാണ് പറയണത്. ഈ ബെറീസുകളും മുന്തിരിയൊക്കെ കഴുകുമ്പോൾ, അതായത് കൂടുതൽ വിഷാംശമുള്ള സാധനങ്ങൾ ക്ലീൻ ആവണമെങ്കിൽ ഉപ്പിട്ടാലും വിനാഗിരി ഒഴിച്ചാലും ഒന്നും ക്ലീൻ ആവില്ല എന്നാണ് പറയണത്. അപ്പോൾ ബേക്കിംഗ് സോഡയാണ് ഇതിന് പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് ഞാൻ വയ്ക്കും. മുന്തിരി നല്ലോണം കഴുകിയിട്ട് വെള്ളം നല്ലോണം തോർത്ത് എടുക്കുകയാണ്. അതിന് വേണ്ടി ഞാനിങ്ങനെ ഒരു ടവലിലേക്ക് മുന്തിരി ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇനിയൊരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചും കൂടി എടുക്കും. നല്ലൊരു കണ്ടെയ്നർ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ എളുപ്പമാണ്. അതിൽ എന്തൊക്കെ ഇരിക്കണമെന്ന് അറിയാൻ പറ്റും അതിൽ. അപ്പോൾ അതിലേക്ക് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ മുന്തിരി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവശ്യക്കാർക്ക് ഇതിൽ നിന്ന് വന്ന് എടുത്ത് കഴിച്ചാൽ മതി. നെക്സ്റ്റ് ഞാൻ ചെയ്യണത് ഈ തണ്ണിമത്തനെ എടുത്ത് പീസുകളാക്കി അതും ഒരു ബോക്സിലിടാൻ പോവാണ്. അങ്ങനെ നമ്മുടെ തണ്ണിമത്തങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ബോക്സ് ചെയ്ത് അത് നമുക്ക്
അങ്ങനെ അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ കപ്പയ്ക്കും ഇവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇങ്ങനെ വെക്കണേൻ്റെ ഗുണം എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെത്തി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അങ്ങനെ ആരെങ്കിലും എനിക്ക് ചെത്തി തന്നെങ്കിൽ എനിക്ക് തിന്നാമായിരുന്നു എന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് വന്നെടുത്ത് തിന്നാലോ. പിള്ളേരായാലും അപ്പം എടുത്ത് തിന്നോളൂ ഇങ്ങനെ വരുമ്പോൾ. ഇവിടെ എല്ലാവർക്കും സാലഡ് മസ്റ്റാണ്. അപ്പം ക്യാപ്സിക്കം, ക്യാരറ്റ്, കുക്കുംബർ ഇത് മൂന്നും ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സിങ് എടുക്കുമ്പോൾ ചെയ്യുള്ളൂ. എടുക്കുമ്പോൾ ഒലിവ് ഓയിലും പെപ്പറും സോൾട്ടും ഇട്ട് എടുക്കും, ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട്. അതുപോലെ തന്നെ സ്പ്രൗട്ട്സാണ്, ഇത് മിക്സഡ് ആയിട്ടുള്ളതാണ്. ഇതിൽ കടലയും ചെറുപയറൊക്കെ ഇത് നമ്മൾ വാങ്ങിയതാണ്, നമ്മളല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാറുമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയേക്കാണ്. അപ്പോൾ ഇത് രണ്ടും, പിന്നെ ഞാൻ ലെറ്റ്യൂസും ഐസ്ബർഗ് അങ്ങനത്തെ ഇതില്ലേ ലീവ്സ്, അത് ഞാൻ വാങ്ങാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയില്ല, വളരെ വാടിയ ഇതായിരുന്നു, അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചില്ല. അതും കൂടി വാങ്ങിയിട്ട് ഇതിൽ മിക്സ് ചെയ്യും. പിന്നെ ടൊമാറ്റോയും ഇടും കേട്ടോ. ടൊമാറ്റോ ഞാൻ ആ സമയത്ത് കട്ട് ചെയ്തെടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ടൊമാറ്റോന്ന് ഒരുപാട് വെള്ളം ലീക്കാവും. അപ്പോൾ ടൊമാറ്റോ കഴുകി മാത്രമേ വയ്ക്കുള്ളൂ. ഉള്ളത് ഈ കോളിഫ്ലവറാണ്. ഈ കോളിഫ്ലവർ ഞാൻ എന്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ ഇതളുകൾ ഇങ്ങനെ അടർത്തി എടുത്തിട്ട് 10-20 മിനിറ്റ് ഉപ്പിട്ട വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതിങ്ങനെ ഹാഫ് ബോയിൽ ചെയ്തെടുക്കും. അപ്പോൾ വേണമെങ്കിൽ സ്നാക്സിലേക്കും ഇടാം, അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് ഒലിവ് ഓയിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് ബോയിൽ ചെയ്ത് അങ്ങനെ കഴിക്കില്ലേ, അങ്ങനെയും കഴിക്കാം. ഒരു ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ബോയിൽ ചെയ്ത് മാറ്റും. ഇത് മഷ്റൂം ഞാനൊന്നും ചെയ്യില്ല. ഇപ്പം നാളെ അത് എടുക്കണ നേരത്ത് മാത്രം കഴുകി ക്ലീനാക്കി അങ്ങനെ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ഇനി പാലക്കാണ്. പാലക്ക് ഞാൻ ഇതുപോലെ തന്നെ ഉപ്പിട്ട വെള്ളത്തിലിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ ശേഷം ഇത് ഞാൻ ബോയിൽ ചെയ്ത് വെക്കും. ചിലപ്പോൾ ഞാൻ ബോയിൽഡായിട്ടുള്ള പാലക്ക് ഇതുപോലെ തിന്നും. അതല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പാലക് പനീറോ അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റി വേറെ എന്തെങ്കിലുമായിട്ട് ചപ്പാത്തിക്ക് കറിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കി കഴിക്കും. കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വേവ് നോക്കണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തി നോക്കും. ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോർക്ക് ഇങ്ങനെ കയറി പോകണമെങ്കിൽ ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റാം. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ബോക്സിലേക്ക് മാറ്റാം. പാലക്കും ബോയിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാനിപ്പോൾ. ഇത് വെള്ളം ബോയിലായിട്ടുണ്ട്. ഇത്തിരി ഉപ്പിട്ടിട്ട് കഴുകി വെച്ചേക്കണം പാലക്കും ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതും ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാലക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും ഊറ്റി മാറ്റി വയ്ക്കാം കേട്ടോ. ചൂടാറുമ്പോൾ എന്നിട്ട് ബോക്സ് ചെയ്ത് വയ്ക്കാം. ഈ ബീൻസ് തലയും പാലൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി ഉണക്കി ഞാനിങ്ങനെ ഈ ബോക്സിലാക്കി വെച്ചേക്കാണ്. പിന്നെ ഞാൻ വാങ്ങിയത് ക്യാബേജ്. ഈ ഒറ്റ ക്യാബേജിന് 19 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഒരെണ്ണത്തിന് 19. അത് ഞാനിങ്ങനെ ക്ലിങ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ടും മാങ്ങയും ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത കാരണം ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. ബീൻസ് ഇനി ഇതിൽ നിന്ന് തന്നെ എടുത്ത് കട്ട് ചെയ്ത് ഉപ്പേരിക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അതല്ല ബോയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് കുക്കറിലിട്ടൊരു വിസിലടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ വെജീസ് ബാക്കിയുള്ളത് നമ്മുടെ ചീരയാണ്. ചീര ഞാനൊന്നും ചെയ്തിട്ടില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ചീരക്കറിയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യണില്ല. ഇത് ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഈ പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചേണേ. അതുപോലെ മല്ലിയിലും ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല, നാളെ ഞാൻ ചെയ്യണുള്ളത്. അതും എടുത്ത് എനിക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ട്. ഇത് ചീരയും
ഞാൻ തുടർന്നില്ല. ബാക്കി ഒരുവിധം എല്ലാ പണികളും എൻ്റെ കഴിഞ്ഞു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണ്. അപ്പം ഈ കടല വെള്ളത്തിലിടണം. പിന്നെ ചെയ്യാനുള്ളത് എനിക്ക് ദോശയ്ക്ക് അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് മാവ് റെഡിയാക്കണം. ഇത് രണ്ടും വെള്ളത്തിലിടണം. ഈ 2 കാര്യങ്ങളും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ദോശ ഉണ്ടാക്കും, പിറ്റേ ദിവസം ഞാൻ വേറെ എന്തെങ്കിലും ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ബ്രോക്കൺ മീറ്റ്, ഇത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. പിറ്റേ ദിവസം ഞാൻ അത് ഇഡ്ഡലി ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ദോശയുടെ മാവ് 2 ദിവസത്തേക്കാണ് ഉള്ളത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കും. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് ഇടുന്നത്. 2 ഗ്ലാസ് പച്ചരിയും, ഇത് ഇഡ്ഡലി റൈസാണ്, ഇത് 2 ഗ്ലാസ്. ഇങ്ങനെ 4 ഗ്ലാസ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാറുള്ളത് ഉഴുന്ന് ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് മതി. ഇത്രയും ഉഴുന്ന് മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ഞാൻ ചേർക്കും. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന്, അല്ല ഉലുവ കേട്ടോ, 1 ടീസ്പൂൺ ഉലുവ, ഇത്ര മതി. ഇത്രയും സാധനങ്ങൾ വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോവാം. കടല, നാളേക്കുള്ള കടല, ഇതും നല്ലോണം കഴുകി വെള്ളത്തിലിടാം. ഇനി നാളേക്കുള്ള പുട്ട്, ഇത് ഞാൻ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുക്കണേ. അപ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കുള്ളൂ ഇതിന്. ആരാണാവും ഇത് കണ്ടുപിടിച്ചത്? അത് ഭാഗ്യമായി ആ കാരണം അല്ലേ? കണക്കൊന്നും നോക്കണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് 2 ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. പിന്നെ നാളെ രാവിലെ ഇനി അതിനെക്കുറിച്ച് നോക്കിയാൽ മതിയല്ലോ. പിന്നെ കുറച്ച് നാളികേരവും ചിരണ്ടി വയ്ക്കും ഞാൻ. ഉപ്പിട്ടിട്ടുണ്ട്, ഇതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലേക്ക് അപ്പം ഇനി 2 ഗ്ലാസ് വെള്ളം കൂടി വയ്ക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ വന്ന് പുട്ടും കുറ്റിയിലിട്ടാൽ മതി. പണി കഴിഞ്ഞു. നാളികേരവും ചിരണ്ടി കഴിഞ്ഞു. ഇനി ഇതും കൂടി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ഇനി എല്ലാ പണികളും നാളെയാണ്. ഇനി ഈ കാണുന്ന ഐറ്റം കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സവാള നൈസായിട്ട് അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ്. സവാളയുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, വേപ്പില, പച്ചമുളകും, പിന്നെ കാഷ്യൂ, ഇതെല്ലാം കൂടി ഞാൻ വറുത്ത് ഇങ്ങനെ വെച്ചേക്കണതാണ്. ഇത് ബിരിയാണിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഗാർണിഷിങ്ങിന് ഉപയോഗിക്കാം. പിന്നെ ബിരിയാണിയുടെ ഇടയിലും നമുക്ക് യൂസ് ചെയ്ത് ചിക്കൻ്റെ കൂടെ പൊടിച്ചിടാനും യൂസ് ചെയ്യാം. പിന്നെ ഈ കടലക്കറി, മസാലക്കറി, ഇങ്ങനത്തെയൊക്കെ കറികൾ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും. അപ്പോൾ ഇത് സമയം കിട്ടുമ്പോൾ എല്ലാവരും ചെയ്തു വെച്ചോ. നല്ല ഉപകാരത്തിൽപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പം എൻ്റെ ഫ്രിഡ്ജിൽ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നാളെ മുതൽ ഇതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിക്കാം. പറ്റിങ്ങി ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും ഉപകാരപ്പെടും. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ പണികളും ഈസിയാവും. ബാക്കിയുള്ള സമയം നമുക്ക് വേറെ ഏതെങ്കിലും കാര്യത്തിനായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, വേപ്പില ഇതൊന്നും ഞാൻ നേരത്തെ കൂട്ടി റെഡിയാക്കി വെക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതാണ് എൻ്റെ കണക്കുകൂട്ടൽ.
ഫങ്ഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ പരിപാടി ഉണ്ടാവില്ലേ 10-20 അങ്ങനത്തെ ആളുകളൊക്കെ വരുമ്പോൾ മാത്രം ഞാൻ അങ്ങനെ ഒരു ചെയ്യലുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയുള്ളൂ. വേപ്പിലാണെങ്കിൽ ഞാൻ അപ്പം പോയി വറക്കുകയുള്ളൂ. അപ്പം തന്നെ അതിനൊരു സ്മെല്ല് വരും. അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്മെല്ല് പോവും. അതുമാതിരി വെളുത്തുള്ളി ആണെങ്കിലും അപ്പം തന്നെ എടുത്ത് ചതയ്ക്കണതും നേരത്തെ റെഡിയാക്കി വെക്കണതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നേരത്തെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് മറ്റു കാര്യത്തിന് സമയം കിട്ടുമല്ലോ. അപ്പോൾ ഈ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള മീൽസ് നാളെ മുതൽ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്. പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ വേറെ സാധനങ്ങൾ പറമ്പിൽ നിന്ന് കിട്ടണതോ അങ്ങനെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയിലും ആഡ് ചെയ്യും കേട്ടോ ഈ ഒരു വീക്കിൽ. പിന്നെ ഇതിൻ്റെ മെനു ഒക്കെ ഞങ്ങൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതവിടെ അതിൽ എഴുതി ചേർക്കാനുണ്ട്. വീക്കിലി മീൽ പ്ലാനിനുള്ള ഇത് ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനിനി അതിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് എഴുതി ചേർത്തിട്ടില്ല കേട്ടോ. ഇത് സെൽനയുടെ വക അവൾ റെഡിയാക്കി തന്നതാണ്. പ്രിൻ്റ് എടുക്കാനായിട്ട് ഇന്ന് സൺഡേ ആയ കാരണം എനിക്കത് സാധിച്ചില്ല. അപ്പോൾ അവൾ റഫായിട്ടൊന്ന് ചെയ്ത് തന്നതാണ്. ഇനി അതിലൊക്കെ മെനു നമുക്ക് എഴുതി ചേർത്ത് എന്തൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.